എൻ്റെ കൂടെ താഴ്ത്തുന്ന ഇങ്ങനെ ഈ നല്ല ഇടയ്ക്കല്ലേ എനിക്ക് കരബലവും എല്ലാം ഉണ്ട് നടക്കണേ അതെല്ലാം ഞാൻ
ശ്രീകൃഷ്ണ പരുന്ത് വന്നേ. ഞാൻ വെറുതെ പറഞ്ഞല്ലോ, അതാ നോയിക്കോ നിങ്ങളിതോ. ഒന്നിങ്ങനെ വലം വെക്കുക. നമസ്തേ, എന്താ പേര്? ഷാജി പെരുമല. ഷാജി പെരുമല. എവിടെ സ്ഥലം? ഞാൻ തളിപ്പറമ്പ് പട്ടു എന്ന് പറയും. പട്ടു അല്ലേ? പിന്നെ പട്ടു അല്ലേ? ഏതെല്ലാം കോലധാരങ്ങൾ ധരിക്കാറുണ്ട്? അധികം കോലം ധരിച്ചൂടാ. എനിക്കൊരു പെരുമല എന്നുള്ള ആചാരം കിട്ടിയത് അതുകൊണ്ട് അല്ലേ? അപ്പോ പട്ടുവും പെരുമല എന്ന് പറയും. പട്ടുവും പെരുമല അല്ലേ? പട്ടുവും പെരുമല. അപ്പൊ അതിലെന്ന് പറഞ്ഞാല് എനിക്ക് 2000 ജനുവരി 1 ആചാരം കിട്ടുന്നത്. ഇപ്പൊ 25 വർഷമായി പഞ്ചുരുളി കിട്ടുന്നത് അല്ലേ? അത് നടക്കും. അപ്പൊ പിന്നെ നമ്മളെ പ്രധാനപ്പെട്ട നമ്മളെ ഒരു പട്ടുവിന്റെ ഒരു മഹോത്സവമാണ്. ഉത്സവം അതല്ലേ? എവിടുന്ന പട്ടുമളി? എവിടുന്ന? ചെറുക്കക്കോലം. രവീന്ദ്ര രാജവർമ്മ അദ്ദേഹമുള്ള സമയത്തല്ലേ? വെല്ലുതമ്പുരാൻ. വെള്ളിപ്പടി കത്തിയും വെള്ളിമാലയും വെള്ളി കെട്ടിച്ച് ചൂടും ആചാരം. ഏതായാലും അച്ഛന്റെ പേരെന്താ? അച്ഛന്റെ പേര് കേളപ്പണിക്കർ. അദ്ദേഹം. അമ്മേരെ പേര് പിന്നെ ശാന്ത. ശരിക്കും തറവാട് എവിടെയാ? പട്ടു. ശരിക്കും തറവാട് പട്ടു. അച്ഛൻ്റെയോ? അച്ഛൻ്റെ നമുക്ക് പിന്നെ അച്ഛൻ്റെ മക്കത്തായല്ലേ? മക്കത്തായ അല്ലേ? മരുമക്കത്തായല്ല, നമുക്ക് മക്കത്തായ. അച്ഛൻ്റെ അമ്മ അച്ഛന്റെ കുടുംബത്തിലുള്ള തന്നെയാ? സ്നേഹിച്ചു വെച്ചതാ? സാധാ. ഞാൻ ഇരുട്ടിന്നാണ്. നിങ്ങള് കല്യാണം കഴിച്ചില്ലേ? ഇരുട്ടിന്നാണ് കഴിച്ചു. നിങ്ങളത് അല്ലേ? 2 കുട്ടികളാ? കുട്ടികളാ? 2 കുട്ടികൾ. ഒരാള് പിന്നെ മൂത്തത് പിന്നെ മോളാണ്. ഇപ്പോ 11 വയസ്സായി മോക്ക്. മോളിപ്പോ പിന്നെ ഫ്ലവേഴ്സ് ടോപ്പ് സിംഗറിൽ പിന്നെ മത്സരിച്ചുകൊണ്ട് പോകും. അത് എന്തിന്റെ? പാട്ടിന്റെ അല്ലേ? ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ സീസൺ 4 അല്ലേ? സീസൺ 4 മത്സരിച്ചുകൊണ്ട് പോകും മോള്. എന്തായാലും ഭാഗ്യം. എറണാകുളത്തുള്ള ഭാഗ്യം. ഇങ്ങനെ ഭഗവതി ഭാഗ്യം തന്നെയാണ് അത്. മോളെ കിട്ടിയ തന്നെ വലിയൊരു ഭാഗ്യം. സംഭവം എന്നാല് ആദ്യം ഏട്ടനായാലും പെങ്ങളായാലും കല്യാണം കഴിച്ചത് കുറച്ച് പിന്നെ മക്കളാകാൻ കുറച്ചൊരു അതിലടക്കാന്ന് മോള കിട്ടുന്നത്. അത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളീ കോലധാരികൾക്ക് കുറച്ച് സമയം പിടിക്കും അല്ലെ? അത് അല്ല, എനക്ക് എന്ന് പറഞ്ഞാല് ഏകദേശം ഞാൻ കല്യാണം കഴിച്ചിട്ട് 2 മാസത്തിനുള്ളിൽ ആയിരിക്കും. അത് പിന്നെ അതിൽ ഏറ്റവും വലിയൊരു ഇത് എന്ന് പറഞ്ഞാല് ദൈവാനുഗ്രഹം എന്ന് പറയാൻ കാരണം മാതാവിന്റെ കാർത്തിക നക്ഷത്രം തന്നെയാണ് മോക്ക് കിട്ടിയത്. അത് കാർത്തിക ദീപം തെളിയിക്കുന്ന ആ ഒരു സമയമാണ് മോള പ്രസവിക്കുന്നത്. അപ്പൊ അതൊരു മാതാവിന്റെ നക്ഷത്രത്തിന്റെ വലിയൊരു കടാക്ഷമായി കണക്കാക്കുന്നത്. ചതയം നക്ഷത്രം. നാരായണ ഗുരുദേവൻ അല്ലല്ല, ചതയം ഭാര്യരുതാണ്. ഗുജറാത്തിൽ പോയിട്ടുണ്ട്. ഗുജറാത്തിലേടാ? ഗുജറാത്ത് വാപ്പി. ഓ, ദ്വാരക പോയിനാ? ഇല്ലല്ല. അതൊരു വീഡിയോ എടുക്കുന്നുണ്ടേ. പഴമുണ്ട്. ഇതാ ശ്രീകൃഷ്ണ പരുന്ത് വന്നതാ വലമ്പക്കം തുടങ്ങിയേ. ഞാൻ വെറുതെ പറഞ്ഞല്ല. കണ്ടോ? നിങ്ങൾ കാണുന്നുണ്ടാവും. കണ്ടോ?